ഇന്ന് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതിൽ എത്ര പേര് ഈശ്വര വിശ്വാസികളുണ്ട്, എത്ര പേര് യഥാർത്ഥ ഹിന്ദുക്കളുണ്ട് കേരളത്തിൽ? ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത്, അതായത് ദേവസ്വം ബോർഡിന്റെ ഭരണം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെയാണ് ക്ഷേത്രങ്ങൾ. അതിൽ ഈശ്വര വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. എൻ ഷംഷീർ ഇപ്പോഴും സ്പീക്കറാണ്. ഈ ഭഗവാൻ ഗണപതിയെ സംബന്ധിച്ച് വളരെ കർശനമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എൻ ഷംഷീർ നടത്തിയത്. BHP അതിനെ എതിർത്തു. BHPക്ക് ഇത്രയും വർഷത്തെ പാരമ്പര്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയ എൻ ഷംഷീറിന്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതാണ് കേരളത്തിലൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റി, അയാൾക്ക് കേസ് കൊടുത്തു, ഹൈക്കോടതിയിലെ കേസ് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ പ്രസ്താവനകൾ നടത്തി അതിനുവേണ്ടി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. അതിൽ കഴിഞ്ഞ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം എം ഷംഷീർ മാത്രമല്ലല്ലോ, മറ്റ് എത്രയോ പേര് എന്തെല്ലാം രീതിയിൽ അധിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് ഹിന്ദുക്കൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ തന്നെ മറ്റ് ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കെതിരെ ഓരോരുത്തർക്കെതിരെ എന്തെല്ലാം അധിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെയൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, അവിടെയാണ് ഈ കേരളത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതി നിലനിൽക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കളുടെ മാത്രം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മാത്രം കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഇന്ന് ഈ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതിൽ ഹിന്ദുക്കൾ എന്ന് പറയാൻ, അതായത് ഞാൻ പറഞ്ഞ ഹിന്ദു എന്ന് ഉദ്ദേശിക്കുന്നത് അണ്ടർലൈൻ ചെയ്താൽ പറഞ്ഞത്, ഹിന്ദു എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളായ ആൾക്കാരാണ് ഹിന്ദുക്കളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. എല്ലാവരും ഈശ്വര വിശ്വാസികളാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നതിൽ എത്ര പേര് ഈശ്വര വിശ്വാസികളുണ്ട്, എത്ര പേര് യഥാർത്ഥ ഹിന്ദുക്കളുണ്ട് കേരളത്തിൽ? അഡ്മിനിസ്ട്രേഷൻ സ്കില്ലിന് എന്തിനാണ് ഭക്തി? അഡ്മിനിസ്ട്രേഷൻ സ്കില്ലല്ലോ ആവശ്യം. അഡ്മിനിസ്ട്രേഷൻ സ്കില്ല് വേറെ ഇതല്ലേ. ഒരു ദേവസ്വം എടുക്കുക, ദേവസ്വത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ അല്ല, അവിടെയാണ് വ്യത്യാസം. ഒരു ദേവസ്വം ബോർഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ആ ദേവനെയും ക്ഷേത്രത്തെയും ഭക്തജനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ ദേവസ്വം ഓരോ ഓഫീസേഴ്സ് അതുണ്ട്, അവരാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. ആ അഡ്മിനിസ്ട്രേഷനും ക്ഷേത്രവുമായിട്ട് വ്യത്യാസമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുക, ക്ഷേത്രത്തിലെ ദേവന്റെ കാര്യം കാത്തു സൂക്ഷിക്കുക, അതാണ് ദേവസ്വം ബോർഡ്. ഈ ദേവന്റെ ഞാൻ ദേവസ്വം ബോർഡ് സെൻസ് ദേവസ്വം മെമ്പർമാരുടെ അല്ല, ദേവസ്വം മെമ്പർമാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ദേവതകൾക്ക് ഉണ്ടായത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിലെ മെമ്പർമാരാകുന്നതിന്റെ ക്രൈറ്റീരിയ എന്താണ്? അല്ല, ഇപ്പം അവരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേഷൻ കേരളത്തിലെ ഹിന്ദു MLA വോട്ട് തിരഞ്ഞെടുക്കുന്ന ആളാണ് ഒരു പ്രതിനിധി. അതുപോലെ ഓരോരുത്തർ ക്രൈറ്റീരിയ ഉണ്ട്. അവർ എന്താ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റോ മെമ്പർമാരാകുമ്പോൾ എന്താ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഞാൻ ഈ ക്ഷേത്രത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചുമതലയിൽ വരുന്നത് എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ആ ചുമതല എടുക്കുന്നത്. അപ്പം ഞാൻ ഈശ്വര വിശ്വാസി അല്ല എന്ന് പറയാൻ പറ്റുമോ? ഈശ്വര വിശ്വാസി. അപ്പോൾ അതേ സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കും, അതിൻ്റെ ഒരു കണക്ഷൻ കൂടെ പറയാം. അതായത് ഒരു നേരത്തെ MLA ആയിരുന്ന ഒരാളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവും, ഇപ്പോഴും ആയിട്ടുണ്ട്, നേരത്തെയൊക്കെ ആയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ MLA, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായ MLA എന്ന എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്തായിരിക്കും പറയുക? ഞാൻ ഈശ്വര വിശ്വാസിയാണെന്ന് പറയൂ? അയാൾ ദൃഢപ്രതിജ്ഞയായിരിക്കും ചെയ്യുന്നത്. അതേ ആള് ആ ഉടുപ്പ് മാറ്റി വെച്ചിട്ട് ദേവസ്വം പ്രസിഡന്റ് ഉടുപ്പ് ധരിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഞാൻ ക്ഷേത്ര സംരക്ഷകനാവും. ഇപ്പോൾ CPMന്റെ നിലപാടൊക്കെ മാറിയെന്നാണ് അറിവ്. കാരണം എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോവാം. ഇപ്പോൾ OK വാസു മാഷ് സംഘപരിവാർ സംഘടനയിൽ നിന്ന് CPMലേക്ക് പോയ ആ സാഹചര്യത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ ഒരു സ്പീച്ചുണ്ട്. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇനി അതൊന്നും വിഷയമല്ല. ഇപ്പോൾ ആരാണ് ഇപ്പോൾ അമ്പലത്തിൽ പോകാത്ത CPMകാരുള്ളത്? അല്ല, അമ്പലത്തിൽ പോകുന്നില്ല, അമ്പലത്തിൽ പോകാതെ എത്ര പേരുണ്ട്? ഇനിയിപ്പോൾ ഒരു നിരീക്ഷണം ഈ പറയുന്ന നിങ്ങൾ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് അദ്ദേഹം അമ്പലത്തിൽ കയറിയോ? അല്ല, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ. ഞാൻ കേരളത്തിലുണ്ടെന്നാ പറഞ്ഞത്. എല്ലാവരും പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബുദ്ധമതത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ചര്യ ഉണ്ടാവും. ചിലർ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും. ഈ വിശ്വാസം, നിരീശ്വര വിശ്വാസം എന്നൊക്കെ ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ പ്ലെയിനിലിട്ട് കഴിഞ്ഞാൽ, ഒരു സൈക്കോളജിയുടെ പ്ലെയിനിലിട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബിലീഫ് സിസ്റ്റം മാത്രമാണ്. തീർച്ചയായിട്ടും. ഇപ്പം നാളെ ഞാൻ ഈശ്വര വിശ്വാസിയാണ്, നാളെ എനിക്ക് അതിൽ വിശ്വാസമില്ല. അവിടെയാണ് ഒരു പോയിന്റ്. അതായത് ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറാം.
അപ്പോൾ ഒരു വ്യക്തി അങ്ങനെ വിശ്വസിക്കുകയുള്ളൂ എന്ന് കരുതി അത്തരം വിമർശനങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, വിമർശനങ്ങളല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉദ്ദേശം, ഞാൻ പറഞ്ഞ പോയിന്റ് വരാത്തത് കാര്യം, ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരാൾ എന്തിനാ ഈശ്വരൻ്റെ ആ ക്ഷേത്രം, ബാക്കിയൊക്കെ വിട്ടിട്ടു, ഹിന്ദു എന്തായിക്കോട്ടെ, ഹിന്ദുക്കളെല്ലാം ഈശ്വര വിശ്വാസികളാവണമെന്ന് നിർബന്ധിക്കാനൊന്നും പറ്റില്ല. കാര്യം നമ്മൾ പഴയ പുരാണങ്ങളിൽ പോലും ഈശ്വര വിശ്വാസികളല്ലാത്ത എത്ര പേരുണ്ട്. അപ്പൊ ദേവസ്വം ബോർഡിൽ വിശ്വാസികൾ വരണമെന്നാണ് VHPയുടെ നിലപാട്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത്, അതായത് ദേവസ്വം ബോർഡിന്റെ ഭരണം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെയാണ് ക്ഷേത്രങ്ങൾ. അതിൽ ഈശ്വര വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. വ്യക്തമാണ്. ഇനി VHPയും BJPയുമായിട്ടുള്ള ബന്ധം പരിവാർ സംഘടനകൾ എന്നുള്ളതേ ഉള്ളൂ. വിശ്വ പരിഷത്ത് സംഘപരിവാറിന്റെ ഒരു പരിവാർ സംഘടന, സംഘപരിവാറിന്റെ മറ്റൊരു പരിവാർ സംഘടന, രാഷ്ട്രീയപരമായിട്ടുള്ള പരിവാർ സംഘടന എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി. അതായത് VHP ഒരിക്കലും ആഹ്വാനം ചെയ്യില്ല BJPയുടെ ഒരു കാൻഡിഡേറ്റിന് വേണ്ടി വോട്ട് ചെയ്യാൻ. VHP എടുത്ത നിലപാട് എന്തായിരുന്നു? രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ക്ഷേത്രങ്ങൾക്കും മറ്റും സംരക്ഷിക്കാൻ നിലകൊള്ളുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യണം. അത് രാഷ്ട്രീയമില്ല, അവിടെ രാഷ്ട്രീയമില്ല. അപ്പൊ VHPക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. രാഷ്ട്രീയമില്ല, ബന്ധമില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടവർക്ക് VHPയിൽ സ്ഥാനവുമില്ല. എങ്കിലും അത് ഒരു വേറൊരു ആംഗിളിൽ നിരീക്ഷിക്കുമ്പോൾ, ഇപ്പോൾ പിണറായി വിജയൻ്റെ ലാവ്ലിൻ കേസ്, ഇപ്പോൾ ഒരു VHP ഒരു താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കേരളത്തിലെ ആഭ്യന്തര വിഷയങ്ങളെക്കുറിച്ചും ചില നിലപാടുകളൊക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലാവ്ലിൻ കേസിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുക, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇത്ര കാലമായിട്ടും എന്താണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത്? താങ്കളൊരു സംഘപരിവാർ സംഘടനയിൽ നിരന്തര ചർച്ചയിൽ വരുന്ന ഒരാളാണ്. അതെ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അത് ഒരു രാഷ്ട്രീയപരമായ കാര്യമല്ലല്ലോ. അതിപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ്. അങ്ങനെയല്ല, ഒരു നയമുണ്ടല്ലോ. നയത്തിൻ്റെ അല്ല, അവിടെ അയാൾ ചെയ്ത കുറ്റമാണെന്ന് ഇഡിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ED അയാളെ അറസ്റ്റ് ചെയ്തു. ഇനി അയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ തെളിയിക്കേണ്ടത് കോടതിയാണ്. ആ കോടതിയിൽ തെളിയിക്കപ്പെടുന്നവരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റവാളിയല്ലേ അയാൾ. പ്രധാനമന്ത്രി തൃശ്ശൂർ ഒരു സ്പീച്ച് നടത്തി ഈ സ്വർണ്ണ കള്ളക്കടത്തൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഹീസ് അവെയർ ദാറ്റ് സംവൺ ഈസ് ഇൻവോൾവ് ഇൻ ദിസ് ക്രൈം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവെയർനെസ് ഉള്ളപ്പോഴും അതിനൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിമർശനമുണ്ട് കേരളത്തിൽ. അല്ല, അതിന് സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനൊരു സ്റ്റാൻഡ് എടുത്താൽ ആ സ്റ്റാൻഡ് കറക്റ്റായിരിക്കണം. അങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ പിണറായി വിജയനെ നാളെ ED വന്ന് അറസ്റ്റ് ചെയ്താൽ അത് നാളെ അതിനുള്ള കൃത്യമായ രേഖകളും അതിനുള്ള തെളിവും ഇല്ലാതെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഉറപ്പില്ലാതെയാണോ ശ്രീ നരേന്ദ്രമോദി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്? അത് രാഷ്ട്രീയ പ്രസംഗമല്ലേ? ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ പ്രസംഗമാണ്. ആ രാഷ്ട്രീയ പ്രസംഗം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയല്ല, അത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി വന്നതാണ്. അത് പ്രധാനമന്ത്രി നിലയ്ക്കല്ല. ഈ സംഘപരിവാറിലുള്ള സാധാരണ തട്ടിലുള്ള അണികളുടെ ഒരു വലിയ പ്രശ്നമാണത്. എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? ഇപ്പം മാസപ്പടി വിവാദം ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള എവിഡൻസുകളുണ്ട്. കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ട് പോലും ഇപ്പോൾ അവർ വിദേശത്താണ്, വളരെ കംഫർട്ടബിളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങനെ ഒരു നിലപാട്? അതായത് ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു പ്രഹരം CPM-ന് വേണ്ട എന്നുണ്ടോ? മറ്റൊരു കാര്യം കൂടി ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്, കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന ആശയം നടപ്പിലാക്കാനായിട്ട് കേരളത്തിൽ CPM വന്നാലും കുഴപ്പമില്ല എന്ന നിലപാടുള്ള അങ്ങനെ ഒരു നിലപാടൊക്കെ എടുക്കുന്നുണ്ട് എന്നൊരു റൂമർ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പ്രതിപാദിച്ചാൽ നന്നായിരിക്കും. അത് റൂമറായിട്ട് തന്നെ കൂട്ടുന്ന പോലെ നമ്മൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ അതൊരു റൂമറായിട്ട് തന്നെ കണ്ടാൽ മതി. പ്രകാശ് ജാവ്ദേക്കർ പിന്നെ എന്തിനായിരിക്കും EP ജയരാജനെ കണ്ടത്? EP ജയരാജനെ കണ്ടില്ലെന്നല്ലേ പറയുന്നത്? EP ജയരാജൻ പറയുന്ന അയാളെ കണ്ടിട്ടില്ലെന്നല്ലേ പറയുന്നത്? കണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഫംഗ്ഷൻ പോയപ്പം മിനിസ്റ്റർ രാജീവിനെ കണ്ടു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ എന്ന് വെച്ച് ഞാനും പുള്ളിയും കൂടെ സംസാരിച്ചു എന്ന് വെച്ചിട്ട് പുള്ളി പാർട്ടി വിട്ടിട്ട് വിശ്വ പരിഷത്തിലേക്ക് വരുന്നു, വിശ്വ പരിഷത്തിൻ്റെ സ്ഥാനത്ത് അങ്ങനെയല്ലല്ലോ. നമ്മൾ സൗഹൃദങ്ങളുണ്ടല്ലോ ഒരുപാട്. ഇപ്പോൾ ഇപ്പോൾ എനിക്ക് CPM-ലെ ഒരുപാട് പേരുമായിട്ട് വളരെ അടുത്ത സൗഹൃദങ്ങളുണ്ട്. ഒരു പക്ഷേ EP ജയരാജൻ BJP-യിലേക്ക് വരാനൊരു പ്രയത്നം നടത്തി എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ഇന്ന് CPM-ലുണ്ട്. അപ്പോൾ അത് വിട്ടിട്ട് BJP-യിലേക്ക് എന്തിനു വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പണ്ട് സുധാകരൻ ഇതുപോലെ BJP-യിലേക്ക് വരുന്നു ഇറങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്
ഒരു പ്രചരണം ഉണ്ടായി. പി ജയരാജന് ഇവിടെ സ്പേസ് ഇല്ല എന്ന് തുറന്നടിച്ച് പറയുകയാണ്. എവിടെ? ഇവിടേക്ക് വരണ്ട. അല്ല, അയാൾക്ക് അവിടെ കംഫർട്ടബിൾ സ്പേസ് ഉണ്ടല്ലോ. അതായത് CPM ഉള്ളവർ ഇങ്ങോട്ട് വരണ്ടെന്നൊരു അങ്ങനെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ CPM ഇപ്പൊ പല ആൾക്കാരും പല സ്ഥലത്തു നിന്നും പല പാർട്ടികളിൽ നിന്നും മാറി വരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ കോൺഗ്രസിലെ ഏറ്റവും വലിയൊരു നേതാവിന്റെ മകൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, അയാൾ BJPയിലേക്ക് വന്നു. അപ്പോൾ അയാൾ BJPയിലേക്ക് വന്ന് അയാളുടെ പുറകെ പോയിട്ട് അയാളെ BJP ആക്കാൻ വേണ്ടി ശ്രമിച്ചോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അയാൾ സ്വയം തീരുമാനിച്ച് ഞാൻ കോൺഗ്രസ് ഉപേക്ഷിക്കുന്നു, ഞാൻ BJPയിലേക്ക് വരുന്നു. അത് അയാളെ അംഗീകരിച്ചു, അയാൾ BJPയിലേക്ക് വന്നു. അതുപോലെ കരുണാകരൻ, ലീഡർ കരുണാകരൻ്റെ മകൾ, അവർ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ്. അവർ തീരുമാനിക്കുകയാണ് ഞാൻ BJPയിലേക്ക് വരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ചാലക ശക്തികൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടാവാതിരിക്കാം. ഈ ജയരാജന് സ്വധർമ്മബോധം ഉണ്ടാവുകയും ദേശീയ ബോധം ഉണ്ടാവുകയും BJPക്കൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ പി ജയരാജൻ വരണതിൽ തെറ്റില്ലല്ലോ. ഒരു തെറ്റുമില്ല. അപ്പൊ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ വിശ്വസിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അല്ല, ഞാനത് ആ രീതിയിൽ ഇപ്പോൾ ഒരു കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളിനെ മനം മാറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് പി ജയരാജൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.